ഇപ്പോൾ തന്ത്രിയെ വൈദ്യപരിശോധനയ്ക്കായി തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ്. എത്ര സമയം നീണ്ടു നിൽക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായ ഉത്തരം നമുക്കിപ്പോൾ നൽകാൻ കഴിയില്ല. ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ ആരോഗ്യസ്ഥിതി വളരെ പൂർണ്ണമാണ്, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്നുള്ളൊരു കാര്യമായിട്ടുള്ളൊരു ഒരു ആരോഗ്യ റിപ്പോർട്ട് കിട്ടിയാൽ ലഭിച്ച ശേഷം മാത്രമേ ആ കാര്യത്തിൽ ഒരു വ്യക്തത നമുക്ക് വരുത്താൻ കഴിയൂ. എന്തായാലും ഏതാണ്ട് ആരോഗ്യ പരിശോധന അധികം സമയം തന്നെ നീണ്ടു നിൽക്കുമെന്നുള്ളൊരു കാര്യമാണ് നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരം. എന്തായാലും ശബരിമല സ്വർണ്ണക്കള്ളയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉന്നതനായിട്ടുള്ള ഒരാളാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. അതായത് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സനൂപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം തന്ത്രി എന്ന് പറയുന്നത് അതിലെ പ്രധാനമായിട്ടുള്ള ആ ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ച് ഒരു പ്രധാന റോളിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അയാളിൽ നിന്ന് ഇയാൾ തന്ത്രി രാജീവർ എന്ന് പറയുന്നത് മുൻ തന്ത്രിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു കേസ് ഒരു ഘട്ടത്തിൽ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിലേക്ക് അത് എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് തനിക്ക് പോറ്റിയെ അറിയാം, എന്നാൽ പോലും ഇത്തരത്തിലുള്ള യാതൊരു ബന്ധവും അദ്ദേഹമായിട്ടില്ല എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു രാജീവ് കണ്ഠരര് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ അവിടെ നിന്ന് കാര്യങ്ങളെല്ലാം തന്നെ മാറുകയാണ്, ആ സ്ഥിതിഗതികളെല്ലാം തന്നെ മാറുകയാണ്. നിലവിൽ ഇപ്പോൾ ശബരിമലയിലെ ഏറ്റവും ഉന്നതനായിട്ടുള്ള, അതായത് മുൻ തന്ത്രിയായ 2019 ആ സമയത്ത് മുൻ തന്ത്രിയായിട്ടുള്ള രാജീവ് കണ്ഠരരിലേക്ക് തന്നെ SIT സംഘം എത്തിയിരിക്കുകയാണ്. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ജനറൽ ആശുപത്രിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതിനുശേഷം കൊല്ലം കോടതിയിൽ എത്തിക്കുകയും ചെയ്യുന്നതായിരിക്കും എന്നാണ് നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരം. മനീഷ, തന്ത്രി അറസ്റ്റിലായ തന്ത്രിയെ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ്. വൈദ്യപരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ വേഗം തന്നെ കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷം റിമാൻഡാണോ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് അന്വേഷണ സംഘം കടക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ സ്വർണ്ണക്കൊള്ള കേസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ അറസ്റ്റാണ് ഈ ഘട്ടത്തിൽ നടന്നിരിക്കുന്നത്. ഇനി മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ, തന്ത്രിക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ലാഭം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിലൊക്കെ ഒരു അന്വേഷണ സംഘം വ്യക്തത വരുത്തും. കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്ക് വിധേയമാക്കും. ഇതിനു മുമ്പ് തന്ത്രിയെ ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ കേസുമായി തനിക്ക് ബന്ധമില്ല, തന്റെ അറിവോടെയല്ല ഒന്നും നടന്നത്, പോറ്റിയുമായി തനിക്ക് ബന്ധമില്ല എന്നാണ് പറഞ്ഞത്. അതിനുശേഷമാണ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്ത്രിയെ വീണ്ടും ചോദ്യം ചെയ്യലിന് വേണ്ടി വിളിപ്പിക്കുന്നു. അതിനുശേഷം മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടോ അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ വ്യക്തത വരുത്തിയതിനു ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുന്ന ഒരു കാര്യത്തിലേക്ക് പോവുകയും കൂടി ചെയ്തു. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട ആദ്യം അറസ്റ്റിലാകുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അതിനുശേഷം ഈ ഒക്ടോബർ 17 SIT ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. അതിന് പിന്നാലെ പല പ്രമുഖരും അന്വേഷണ സംഘത്തിന്റെ വലയിലാകുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നിൽക്കുന്നത് അത് തന്ത്രിയിലേക്കാണ്. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം തന്ത്രി എന്ന് പറയുന്ന ഒരുപക്ഷെ ദർശനത്തിന് വേണ്ടി എത്തുന്നവർ പോലും തന്ത്രിയെ കാണാൻ ആഗ്രഹിക്കുക, അവരോടൊപ്പം ഫോട്ടോ ഒക്കെ എടുക്കുന്നതൊക്കെ നമ്മൾ ദൃശ്യങ്ങളിലൂടെ കാണാറുണ്ട്. അങ്ങനെ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദവിയാണ്. അദ്ദേഹം തന്നെ ഈ കേസിൽ അറസ്റ്റിലായിരിക്കുകയാണ്. ഏതായാലും ഈ കേസൊന്നും തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ പ്രതിഫലിച്ചിട്ടില്ല എന്ന നിഗമനത്തിൽ LDF ഉൾപ്പെടെ എത്തി നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ പ്രധാനിയായ തന്ത്രിയുടെ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തിയിരിക്കുന്നത്. വൈദ്യപരിശോധന പുരോഗമിക്കുകയാണ് ഇപ്പോൾ എന്നാണ് മനസ്സിലാക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലാണ് വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി തന്ത്രി രാജീവരെ എത്തിച്ചിരിക്കുന്നത്. അക്ഷയ കൃഷ്ണാനന്ദ തുടരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അക്ഷയ, എന്താണ് ഇപ്പോൾ അവിടെ സംഭവിക്കുന്നത്? നിലവിൽ ഇപ്പോൾ അദ്ദേഹത്തെ വൈദ്യപരിശോധനയ്ക്കായി അകത്തേക്ക് കയറ്റിയിട്ടുണ്ട്. ഇനി എന്തായാലും അദ്ദേഹത്തിൻ്റെ മറ്റ് ആരോഗ്യ വിവരങ്ങളെല്ലാം തന്നെ ശേഖരിക്കും. അതിനുശേഷമായിരിക്കും മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ, അതിൻ്റെ മറ്റ് പ്രൊസീജിയറൊക്കെ തന്നെ ഉണ്ടാവുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം എന്ന് പറയുന്നത്. നേരത്തെ അനീഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉന്നതരുടെ പങ്ക് അന്വേഷിക്കുകയായിരുന്നു SIT. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ആദ്യത്തെ അറസ്റ്റ് എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. സ്പോൺസറായി ശബരിമലയിലേക്ക് എത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ ഉന്നതരെയും കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ആദ്യം SIT ചെയ്തൊരു ദൗത്യം എന്ന് പറയുന്നത്. ആ ദൗത്യത്തിൽ നിന്ന് അവസാനത്തെ കണ്ണിയിലേക്ക്, അതായത് പത്മകുമാറിന് ശേഷം അവസാനത്തെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഒരു കണ്ണിയിലേക്ക് ഇപ്പോൾ SIT എത്തിയിരിക്കുകയാണ്. അത് മുൻ തന്ത്രിയായിട്ടുള്ള രാജീവ് കണ്ഠരരാണ്. അദ്ദേഹത്തിന്റെ അറസ്റ്റ് ഏറെ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലുകൾക്ക് ശേഷമാണ് അദ്ദേഹത്തിനെ SIT അറസ്റ്റ് ചെയ്യുന്നത്. ഇന്ന് രാവിലെയായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചത്. പിന്നീട് ഉച്ചയോടുകൂടിയാണ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് ഇത് അതിന്റെ ഒരു പ്രൊസീജിയറാണ്, സ്വാഭാവികമായിട്ടുള്ളൊരു നടപടിക്രമമാണ്. അത്തരത്തിൽ അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും അതീവ സൂക്ഷ്മമായിട്ടുള്ള ഒരു നിരീക്ഷണം തന്നെയാണ് SIT ഈ ഭാഗത്ത് നടത്തിയിട്ടുള്ളത്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളത് നമുക്കറിയാം. ഹൈക്കോടതിയുടെ മേൽക്കോടതിയിലാണ് ഈ അന്വേഷണം നടക്കുന്നത്. അതിനകത്ത് ആർക്കും തന്നെ പങ്കും മറ്റ് കാര്യങ്ങളൊന്നും തന്നെയില്ല. അത്തരത്തിൽ കൃത്യമായിട്ടുള്ള ഒരു രീതിയിലാണ് SITയുടെ അന്വേഷണം നടക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഇദ്ദേഹത്തിലേക്ക്, അതായത് മുൻ തന്ത്രിയായിട്ടുള്ള